നമസ്കാരം. അമേരിക്കയിലെ ഭരണ നേതൃത്വത്തെക്കുറിച്ചുള്ള പൊതുജന പിന്തുണ ചരിത്രപരമായി പലപ്പോഴും രാഷ്ട്രീയ നയങ്ങൾ, ഭരണത്തിന്റെ സ്ഥിരത, രാജ്യത്തിന്റെ അന്താരാഷ്ട്ര മുഖച്ഛായ എന്നിവയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. എന്നാൽ അവസാന കാലത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ജനവികാരം വേഗത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണെന്നത് ഒരു യാദൃച്ഛിക പ്രവണതയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭരണശൈലിയിലെ അനന്തര ഫലമാണ്. വിഭജന രാഷ്ട്രീയം, കടുത്ത നയപരമായ അസ്ഥിരത, കൂട്ടുപ്രവർത്തനങ്ങളെ അവഗണിക്കൽ, ലോകവേദിയിലെ ഏകപക്ഷീയ പ്രഖ്യാപനങ്ങൾ, ഭരണഘടനാപരമായ മാനദണ്ഡങ്ങളെ അവഗണിക്കുന്ന സമീപനം എന്നിവ പ്രജകളുടെ വിശ്വാസത്തെ തകർത്തിരിക്കുന്നു. അമേരിക്കയിൽ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വ ബോധവുമുള്ള നേതൃത്വമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആശയപരവും നൈതികവുമായ കുടിശ്ശികകൾ മാത്രം ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ട്രംപിന്റെ നേതൃത്വത്തിന്റെ യാഥാർത്ഥ്യം അവർക്ക് വ്യക്തമായി. അതിനാൽ തന്നെ ജനപിന്തുണയുടെ ഇടിവ് സ്വാഭാവികമായും അനിവാര്യവുമായ ഒരു രാഷ്ട്രീയ പ്രതിഫലനമായി മാറുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം പ്രസിഡന്റ് കാലാവധിയുടെ ആദ്യ 10 മാസത്തിനുള്ളിൽ 13 രാജ്യങ്ങൾ സന്ദർശിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കുള്ളിലും വൈറ്റ് ഹൌസ് ജീവനക്കാർക്കിടയിലും ആശങ്ക ശക്തമാവുകയാണ്. ഈ അതിവേഗ ലോക പര്യടനം രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ശ്രദ്ധ കുറയ്ക്കുന്നുവെന്നും ഇത് പ്രസിഡന്റിന്റെ ജനപിന്തുണ ഗണ്യമായി കുറച്ചുവെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ സർവേ ഫലങ്ങൾ പ്രകാരം ട്രംപിന്റെ ജനപിന്തുണ 37% കുപ്പുകുത്തിയിട്ടുണ്ട്. കാനഡ, ഈജിപ്ത്, ഇസ്രയേൽ, ഇറ്റലി, ദക്ഷിണ കൊറിയ, ജപ്പാൻ, മലേഷ്യ, നെതർലാൻഡ്സ്, സൗദി അറേബ്യ, യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിൽ ട്രംപ് ഇതിനോടകം സന്ദർശനം നടത്തി കഴിഞ്ഞു. ഗാസ, കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഭാവിയിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതകളും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അർമേനിയയും അസർബൈജാനുമായി സമാധാന കരാർ ഉണ്ടാക്കിയ ശേഷം അവിടം സന്ദർശിക്കാനും ആഫ്രിക്കയിലേക്കുള്ള യാത്രയ്ക്കും ട്രംപിന് പദ്ധതിയുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ പ്രസിഡന്റ് കാലാവധിയിലെ യാത്രകളെക്കാൾ വളരെ കൂടുതലാണ്. പ്രസിഡന്റ് അമേരിക്കൻ മണ്ണിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യങ്ങളിൽ അതിരുവിട്ട ഇടപെടൽ ഒഴിവാക്കണമെന്നും ട്രംപിന്റെ വിശ്വസ്തർക്കിടയിൽ നിന്ന് തന്നെ ശക്തമായ ആവശ്യം ഇപ്പോൾ ഉയരുകയാണ്. വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥരും സമാനമായ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ലോകകാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി വലിയ ഊർജമാണ് ഭരണകൂടം വിനിയോഗിക്കുന്നത്. ഇനി രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണമെന്ന ഒരു വൈറ്റ് ഹൌസ് ജീവനക്കാരൻ തന്നെ അഭിപ്രായപ്പെട്ടു. കുടിയേറ്റം, സമ്പദ് വ്യവസ്ഥ, അതിർത്തി സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കുറയുന്നത് ജനപിന്തുണ കൂടുതൽ ഇടിയാൻ കാരണമാകുമെന്നും വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രംപിന്റെ ജനപിന്തുണ 37% താഴ്ന്നത് ഏറ്റവും കുറഞ്ഞ നിലവാരങ്ങളിൽ ഒന്നാണ്. സർവേ പ്രകാരം രാജ്യത്തെ കാര്യങ്ങൾ മോശമായി അല്ലെങ്കിൽ വളരെ മോശമായി പോകുന്നുവെന്ന് 68% വോട്ടർമാരാണ് വിശ്വസിക്കുന്നത്. കാര്യങ്ങൾ വളരെ നന്നായി അല്ലെങ്കിൽ നന്നായി പോകുന്നുവെന്ന് കരുതുന്നവർ വെറും 32% മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ അന്താരാഷ്ട്ര നയതന്ത്രവും ആഭ്യന്തര രാഷ്ട്രീയ വെല്ലുവിളികളും തമ്മിലുള്ള സംഘർഷം അദ്ദേഹത്തിന്റെ രണ്ടാം പ്രസിഡന്റ് കാലാവധിയിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ ഭരണകാലം അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പൂർവാധികമായ പിഴവുകളും വിവാദങ്ങളും തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമായി മാറിക്കഴിഞ്ഞു. ജനങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാതെ വ്യക്തി കേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ മുന്നോട്ട് വെച്ചതും ഭരണത്തിന്റെ ഗൗരവം നശിപ്പിക്കുന്ന പ്രസ്താവനകൾ ആവർത്തിച്ചതും അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒറ്റപ്പെട്ട നേതാവാക്കി മാറ്റി. പൊതു സ്വീകാര്യത നഷ്ടപ്പെട്ട നേതാവിന് വീണ്ടും ഉയരാൻ സാധിക്കാത്തത് ചരിത്രം പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. ട്രംപിനും അതുതന്നെയായിരിക്കും കാത്തിരിക്കുന്നത്. അമേരിക്കക്കാർക്ക് വേണ്ടത് ഐക്യം, ഉത്തരവാദിത്വം, സമാധാനം, വിശ്വാസം എന്നിവയോട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ്. പക്ഷെ ട്രംപിന്റെ ഭരണം വീണ്ടും കലഹത്തിന്റെയും ഭിന്നതയുടെയും ചിഹ്നമായി തന്നെ മാറുകയാണ്. അതിനാൽ തന്നെ ജനപിന്തുണയുടെ വൻതോതിലുള്ള ഇടിവ് ട്രംപിന്റെ പരാജയത്തെ സൂചിപ്പിക്കുന്ന ശക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത മാറ്റം, ട്രംപിന്റെ ദുർഭരണം തന്നെ അദ്ദേഹത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചതിന്റെ വ്യക്തമായ തെളിവായി ചരിത്രത്തിൽ ഇത് രേഖപ്പെടുന്നു.